ഞാൻ BSc MLT പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ISSDയെ കുറിച്ച് ഞാൻ അറിയുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് ചൂസ് ചെയ്തത്. റെക്കോർഡ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ഉണ്ടായിരുന്നു. ഹായ്, ഞാൻ അമൃത. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെപ്റ്റംബർ 2025 ISSDയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ആളാണ്. ഞാൻ BSc MLT പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ലാബ് ടെക്നീഷ്യനായി ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നോൺ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് വേക്കൻസീസ് ഉള്ളതായി അറിയുകയും അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അത് അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ISSDയിലെ ആഡ് കാണുകയും ചെയ്തത്. ഞാൻ നേരിട്ട് വന്നിവിടെ അന്വേഷിക്കുകയും അങ്ങനെ 2 സെക്ഷൻ ക്ലാസ് ഉള്ളതായി അറിയുകയും ചെയ്തു. അത് ലൈവ് ഓൺലൈൻ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുമായിരുന്നു. അതിൽ ഞാൻ റെക്കോർഡ് ക്ലാസ്സാണ് എടുത്തത്. ഞാൻ റെക്കോർഡ് ക്ലാസ്സിൽ മിസ്സുമാരും നന്നായി മനസ്സിലാവുന്ന രീതിയിലാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് മാസത്തിൽ 2 പ്രാവശ്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ചേരാൻ വന്നപ്പോൾ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു. അത് ഷുവറാണ്. മാർച്ച് 2025 സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് സൈഡിൽ നിന്ന് തന്നെ അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുകയും മോക്ക് ഇൻ്റർവ്യൂ തരികയും ചെയ്തു. വേക്കൻസീസ് വരുന്ന എല്ലാം മെയിൽ അയച്ചു തരികയും എനിക്ക് ആപ്റ്റ് ആവുന്ന ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിനുള്ള CV ഇവിടുന്ന് തന്നെ അയക്കുകയും ചെയ്തു. അങ്ങനെ 1 or 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ഐ ഫൗണ്ടേഷൻ എന്ന ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് കോർഡിനേറ്ററായിട്ട് ജോബ് കിട്ടുകയും ചെയ്തു. നാളെ തൊട്ട് ഞാൻ ജോയിൻ ചെയ്യുകയാണ് അവിടെ. എനിക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടോടുകൂടി തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇനി ആർക്കെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ISSD സെലക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ISSD.